ഇങ്ങേരുന്ന് പോയില്ലേ, മിക്കവാറും എന്തെങ്കിലും ചൊറിഞ്ഞോണ്ട് വരും ഇന്നിപ്പോ. എന്താ ഇത്ര ലേറ്റ് ആയത്? എന്തും ഇങ്ങനെ ശരിയാവത്തില്ലേ? പിന്നെ ഓഫീസ് ജോലി അല്ലേ സമയം നോക്കി വരാൻ വേണ്ടിയിട്ട്. പട്ടി പണിയും എടുപ്പിക്കും, നക്കാപ്പിച്ച ശമ്പളവും തരും. കുഞ്ഞെ, നിനക്കിന്ന് സ്കൂളിൽ പോണ്ടായിരുന്നോ? ഇവിടെ എങ്ങനെയാണോ എന്തോ കിടക്കുന്നത്. മൊത്തം വാരി വലിച്ചിട്ടിരിക്കുക. ഇതുങ്ങൾക്കൊക്കെ ഒന്ന് അടുക്കി വെച്ചൂടെ? ഞാൻ വരുന്നത് നോക്കിയിരിക്കും. എന്തുവാ ഇങ്ങനെ ഇട്ടിരിക്കുന്നത്? ഇതൊരു കഷ്ടവാ. ജോലിക്കാർ വന്ന് എല്ലാം ചെയ്യാവുന്നുണ്ടോ? കറിയെല്ലാം വെച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് മീനൊക്കെ പൊരിച്ച് വെച്ചിരിക്കുന്നു. ഇനി ഇതെന്താണോ, അവിയല്. മീൻകറി അടിപൊളി മീൻകറി. കളറ് കണ്ടാൽ തന്നെ തിന്നാൻ തോന്നും. ടേസ്റ്റ് ഒന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. സൂപ്പർ മീൻകറി. നല്ല കൈപ്പുണ്യം ഇവർക്ക്, എന്തായാലും പറയാതിരിക്കാൻ പറ്റത്തില്ല. എന്തായാലും ഇനി ഈ പണിയൊന്നും ചെയ്യണ്ടല്ലോ, എന്തായാലും കാണിച്ചു വിട്ടിട്ട് വേഗം ഇവിടെ നിന്ന് പോവാം. ചേച്ചിയെ, ഞാനിവിടെ ഒക്കെ തൂത്തിടട്ടോ. തുടക്കുന്നതൊക്കെ വൈകിട്ട് വന്ന് തുടച്ചാൽ പോരെ? ശരി ചേച്ചി. സർല ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിയ 10,000 രൂപ നാളെ തന്നെ കൊടുക്കണമല്ലോ ദൈവമേ. ഇനി ഞാൻ അത് എവിടെ നിന്ന് എടുത്ത് കൊടുക്കും? എങ്ങനെ ഒപ്പിക്കും ഒരു 10,000 രൂപ? ആരോടെങ്കിലും ചോദിച്ചാൽ ആരും തരത്തുമില്ല. ഇവിടെ ചോദിച്ചാൽ അങ്ങേരും തരത്തില്ല, പെണ്ണുപിള്ളയും തരത്തില്ല. രണ്ടും കണക്കാണ്, ആർക്കും ഒരു ഉപകാരവും ഇല്ല. നാളെ തന്നെ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സർല ചേച്ചി ലാസ്റ്റ് വാണിങ്ങാണ് തന്നിരിക്കും. ഞാൻ എവിടെ നിന്ന് ഒപ്പിക്കുമല്ലോ? ഞാൻ കിടന്ന് എന്തോരം പാടുപെടുമോ ദൈവമേ. ഇങ്ങനെ കഷ്ടപ്പെടാൻ മാത്രം എന്തൊരു തെറ്റാണ് ഞാൻ ചെയ്തത്. എങ്ങനെയെങ്കിലും ഒരു പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഈ കടമൊക്കെ അങ്ങ് തീർന്നേനെ. എവിടെ നൊപ്പിക്കും ഞാൻ ഇനി ഇതെല്ലാം? ഇങ്ങോട്ട് എടുത്ത് കുടി വെച്ച്, ഇത്രയും വലുതായില്ലേ? ഇങ്ങോട്ട് എടുത്ത് തന്നെ അങ്ങോട്ട് കുടിക്കണം. തന്നെ അങ്ങോട്ട് എടുത്ത് കുടിയില്ലെങ്കിൽ എന്റെ തള്ളയെടുത്ത് നോക്കാം. എന്തെവിടെയും കൈ പിടിപ്പിക്കണം. വേണമെങ്കിൽ അങ്ങോട്ട് എടുത്ത് കൂടി. എന്തുവാ നീ പറയുന്ന സമയം വരെ മാഞ്ചിട്ട് ഇവിടെ 100 കൂട്ടം ടെൻഷനിൽ നിൽക്കുക. പൈസ എങ്ങനെ ഒപ്പിക്കുന്നുള്ള അതിൻ്റെ ഇടയ്ക്ക് കൊച്ചെന്റെ ഗിണ്ണൊക്കെ കൊണ്ട് വന്നിരിക്കുന്നു. എന്നാ അങ്ങോട്ട് കുടി. ഈ മാല വെക്കിയ സർല ചേച്ചിക്ക് കൊടുക്കാനുള്ള എല്ലാം കിട്ടും. എങ്ങനെയെങ്കിലും അത് പൊക്കണം. മോളെ, ഇത് എന്തുവാ ഈ മുടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നത്? ഇപ്പൊ പിള്ളേർ വീട്ടിൽ നിൽക്കുമ്പോൾ നല്ല വൃത്തിയായിട്ടൊക്കെ നിൽക്കണ്ടേ? ചേച്ചി മുടി കെട്ടി തരട്ടെ? പഴ എണ്ണയില്ല, അങ്ങ് വൃത്തിയായിട്ട് കിടക്കണം. പോയി ചീപ്പ് എടുത്തിട്ടോ, ചേച്ചി മുടി കെട്ടിത്തരാം. ചീപ്പ് കൊണ്ടുവന്നോ. മോള് വാ, നമുക്ക് ആ സ്റ്റെപ്പിൽ ഇരിക്കാം. അവിടെ ഇരുന്ന് ചെയ്തു തരാം ചേച്ചി. മുടിയിൽ എണ്ണയൊന്നും തേക്കത്തില്ലേ? വേണ്ട, മൊത്തം ചടകെട്ട് കിടക്കുക. എല്ലാ ദിവസവും രാവിലെ നല്ലതുപോലെ എണ്ണ തേച്ച് മുടി ചീവി വെക്കണം കേട്ടോ. എങ്കിലേ മുടി നല്ല വൃത്തിയായിട്ട് ഇരിക്കത്തുള്ളൂ. എല്ലാ ദിവസവും പെൺപിള്ളേർ മുടി കെട്ടി വെക്കുമ്പോഴത്തേക്ക് നല്ല ഭംഗിയാണ്. ഒന്ന് കുനിഞ്ഞ് കിടന്നിട്ട് ചീവ്. വേണ്ട, ചീവാൻ പറ്റുന്നില്ല, മൊത്തം ചടയാ. ഇനി മോള് തന്നെ ഒന്ന് ജീവണേ കുറച്ചു നേരം. ആൻറ്റി ഈ ചീപ്പ് തരും. അങ്ങോട്ട് ചെയ്യുക കേട്ടോ, നല്ലപോലെ ചെയ്യുവേ. മോള് തന്നെ ചെയ്യുമ്പോൾ വേദന എടുക്കില്ല. ഇനി ഈ മുടി മൊത്തം ചേച്ചി വാരി കെട്ടിത്തരാം. എന്നും ഇങ്ങനെ കെട്ടിവെച്ചാൽ നല്ല മുടി കിളിക്കുകയും ചെയ്യും കേട്ടോ.
ഭംഗിയുണ്ട് കാണാൻ ഇപ്പം. ഇനി മോള് പോയി കളിച്ചാട്ടെ ചീപ്പ് വെച്ചിട്ട്. ചേച്ചി, ചേച്ചി, എനിക്കൊരു 1000 രൂപ തരൂ. എനിക്കാണെങ്കിൽ നല്ല സുഖമില്ല, ഭയങ്കര തലവേദന. എനിക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. ഒരു 1000 രൂപ തരൂ ചേച്ചി. കഴിഞ്ഞ ആഴ്ചയല്ലേ 1000 രൂപ തന്നത്? എപ്പോഴും ചോദിച്ചാൽ എവിടുന്നിട്ട് തരാണ്? ഇനിയിപ്പോ എന്തായാലും മാസം അവസാനമാവട്ടെ, അന്നേരത്തേക്ക് തരാം. പിന്നെ ഇപ്പൊ വന്നതല്ലേ ഉള്ളൂ, അതിന്റെ മുമ്പേ പോണോന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ചേച്ചി, അങ്ങ് ഭയങ്കര തലവേദന, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പോയിട്ട് ഇന്ന് തന്നെ വരാം. വയ്യാത്തോണ്ടല്ലേ. എന്നാ ശരിയെന്നാ.